കാനബാലിസം. ആ വാക്ക് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒന്നാവും. എന്നാൽ ഈ വാക്ക് അറിയാത്തവർക്കായി പറയാം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളോ മാംസമോ ഭക്ഷിക്കുന്ന പ്രവൃത്തിയാണ് കാനബാലിസം. മരിച്ചവൻ്റെ ശരീരം ഭക്ഷിച്ചാലും ശവത്തിൽ നിന്ന് മാംസം എടുത്താലും കുഴിച്ചെടുത്ത മാംസം ഭക്ഷിച്ചാലും അത് കാനബാലിസമാണ്. വെൽക്കം ടു ജെഫ് സ്റ്റോറീസ്. ഇന്നത്തെ കഥ പാകിസ്ഥാനിൽ നടന്ന ഏറ്റവും വിരളവും നിഗൂഢവും മനസ്സ് മരവിപ്പിക്കുന്നതുമായ ക്രൈം കേസുകളിലൊന്നാണ്. BBC ന്യൂസിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകളും നാട്ടുകാർ പറയുന്ന വിശദീകരണങ്ങളും കൂട്ടിച്ചേർത്താണ് ഈ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത്. ധാരിയ ഖാൻ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഭക്കർ ജില്ലയിൽ സിന്ധു നദിക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. 2023 ജനസംഖ്യാ കണക്കുകൾ പ്രകാരം അവിടുത്തെ ജനസംഖ്യ 68,622 മാത്രമാണ്. സാധാരണക്കാരായ ആളുകൾ പാർക്കുന്ന സമാധാനപരമായ ഒരു കൊച്ചുപട്ടണം. പക്ഷേ 2011 ആ ഓഗസ്റ്റ് മാസം എന്താണ് ധാരിയ ഖാൻ നിവാസികളെ ഭയചകിതരാക്കിയത് എന്ന് നമുക്ക് നോക്കാം. എല്ലാം ആരംഭിക്കുന്നത് 24 വയസ്സുള്ള സൈറ പർവീൻ എന്ന സ്ത്രീ തൊണ്ടയിലെ ക്യാൻസർ മൂലം മരിക്കുകയും ബന്ധുക്കൾ അവളെ അടക്കം ചെയ്തതിനും ശേഷമാണ്. അടുത്ത ദിവസം രാവിലെ കുടുംബത്തിലെ ചില സ്ത്രീകൾ അവളുടെ കല്ലറ സന്ദർശിച്ചപ്പോൾ അത് താഴ്ന്നു കിടക്കുന്നതായി കണ്ടെത്തി. കുടുംബത്തിലെ മുതിർന്നവരും മരിച്ച സ്ത്രീയുടെ സഹോദരനായ ഐജാസ് ഹുസൈനും കൂടി ചേർന്ന് കല്ലറ തുറന്നപ്പോൾ കണ്ടത് സൈറയുടെ മൃതദേഹം അതിനുള്ളിലില്ലായിരുന്നു. അവർ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള ബക്കർ ഭട്ടിക്കായിരുന്നു അന്വേഷണ ചുമതല. പോലീസ് അന്വേഷണം കരിമ്പ് തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു വീടിന് മുന്നിൽ ചെന്നെത്തി. സഹോദരന്മാരായ മുഹമ്മദ് ആരിഫ് അലി, മുഹമ്മദ് ഫർമാൻ അലി എന്നിവരുടെ വീടായിരുന്നു അത്. അവർക്കു പുറമെ അവരുടെ പിതാവും സഹോദരിയും ആ വീട്ടിൽ താമസിച്ചിരുന്നു. ആരിഫ് തൻ്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഫർമാൻ അവിടെയില്ലായിരുന്നു. അന്വേഷണത്തിൽ ഫർമാൻ്റെ മുറി പൂട്ടിയിരിക്കുന്നതായി കാണപ്പെട്ടു. ഇൻസ്പെക്ടർ ബക്കർ ഭട്ടി താക്കോൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അവർ മുറി തുറന്നു. പാചകം ചെയ്തതിൻ്റെയും ചത്ത മാംസത്തിൻ്റെയും രൂക്ഷഗന്ധം അവരുടെ നാസദ്വാരങ്ങളിൽ പതിച്ചു. മുറിയുടെ നടുവിൽ പാതി നിറച്ച് ഇറച്ചിക്കറിയുള്ള ഒരു പാത്രം കണ്ടു. അതിനടുത്തായി ഒരു മരപ്പലകയും കശാപ്പുകാരൻ്റെ കോടാലിയും വലിയ അടുക്കള കത്തിയും ഉണ്ടായിരുന്നു. കോടാലിയിൽ കൊഴുപ്പിൻ്റെ കഷ്ണങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു. അപ്പോഴാണ് പോലീസ് സംഘം ഒരു കൂട്ടം ഉറുമ്പുകൾ വരിവരിയായി അവിടെ കിടന്ന് കട്ടിലിനടിയിലേക്ക് പോകുന്നത് കണ്ടത്. കട്ടിലിനടിയിൽ 2 ചാക്ക് വളമുണ്ടായിരുന്നു. അവർ അത് പുറത്തെടുത്തു. അതിനു പിറകിൽ ഒരു ബാഗിൽ അവർ ആ മൃതശരീരം കണ്ടെടുത്തു. ആ മൃതദേഹത്തിൻ്റെ ഒരു കാൽ മുട്ടിന് താഴെയും മറ്റൊന്ന് പാദത്തിന് മുകളിലായും അറുത്തുമാറ്റപ്പെട്ടിരുന്നു. മുൾട്ടാണിലെ ലബോറട്ടറിയിൽ നിന്നുള്ള വിശകലന പ്രകാരം മുറിച്ചു മാറ്റപ്പെട്ട ശരീരഭാഗങ്ങളിൽ നിന്നാണ് ആ ഇറച്ചിക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ശ്മശാനത്തിൽ നിന്ന് മറ്റ് നിരവധി മൃതദേഹങ്ങൾ സമാനമായ രീതിയിൽ ഭക്ഷിച്ചതായി സഹോദരങ്ങൾ സമ്മതിച്ചു. ഏകദേശം 100 മുതൽ 150 വരെ എന്നാണ് കണക്ക്. എന്നാൽ ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്യാൻ എന്താണ് ഇവരെ പ്രേരിപ്പിച്ചത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലറയിൽ നിന്ന് ശവം മോഷ്ടിക്കുന്നതിനിടെ നാട്ടുകാർ പിടിച്ചു എന്ന് ആരോപിക്കുന്ന ഒരു മന്ത്രവാദിയുമായി അലി സഹോദരങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. പക്ഷേ അത് പിന്തുടരാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം ആ മന്ത്രവാദി ഒരു പൊടി പോലുമില്ലാതെ അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ തൻ്റെ അയൽവക്കക്കാർക്ക് നാശം സംഭവിക്കാൻ ഖുറാനിലെ ചില സൂക്തങ്ങൾ തലതിരിച്ചെഴുതുകയും അവ ഉരുവിടുന്നതായും ഫർമാൻ അലി സമ്മതിച്ചിരുന്നു. ആ മന്ത്രത്തിൻ്റെ ഫലപ്രാപ്തിക്കായാണ് സഹോദരങ്ങൾ അശുദ്ധിയിൽ കഴിയുന്നതും മനുഷ്യ ശരീരം ഭക്ഷിക്കുന്നതും എന്ന് പറയപ്പെടുന്നു. 10 വർഷം ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന സ്വദേശിയായ തൻവീർ ഖ്വാവർ പറയുന്നതിങ്ങനെ: ഫർമാൻ അലി വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു. സയൻസ് ആയിരുന്നു ഇഷ്ടവിഷയം. പക്ഷേ 10ാം ക്ലാസ്സിന് ശേഷം അയാൾ പഠനം ഉപേക്ഷിച്ചു. കൂടുതൽ ഒറ്റപ്പെട്ടവനായി. ആരിഫ് അലിയും ഫർമാൻ അലിയും വിവാഹിതരായിരുന്നു. കുട്ടികളും ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അവർ 2 പേരുടെയും ഭാര്യമാർ അവരെ വിട്ടുപിരിഞ്ഞതായി കണ്ടെത്തപ്പെട്ടു. ചോദ്യം ചെയ്യലിൽ അലി സഹോദരന്മാർ തങ്ങളുടെ ഭാര്യമാരെ മർദ്ദിക്കുമായിരുന്നു എന്നും വീട്ടിൽ പൂട്ടിയിടുമായിരുന്നു എന്നും അസാധാരണമായ സമയങ്ങളിൽ ഈ സഹോദരന്മാർ വീട് വിട്ട് പുറത്തു പോകാറുണ്ടായിരുന്നു എന്നും അറിയാൻ സാധിച്ചു. അലി സഹോദരന്മാരോടൊപ്പം താമസിച്ചിരുന്ന സഹോദരി മാനസിക വൈകല്യമുള്ളയാളായിരുന്നു. അവരുടെ അറസ്റ്റിന് ശേഷം ആ സ്ത്രീയെ ഒരു കനാലിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. 2011 ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ പാകിസ്ഥാനിലെ നിയമമനുസരിച്ച്
മനുഷ്യന്റെ മൃതദേഹം ഭക്ഷിക്കുന്നത് കുറ്റമല്ലായിരുന്നു. ആരും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരണ പൂർത്തിയായപ്പോൾ ആരിഫിനും ഫർമാനും കോടതി വിധിച്ചാകട്ടെ 2 വർഷത്തെ തടവ് മാത്രമാണ്. അതും ഇത്തരത്തിൽ ശരീരം ഭക്ഷിക്കുമ്പോൾ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഉളവാക്കുന്ന ഭീതി എന്ന ഒറ്റ കാരണം മാത്രമായിരുന്നു അവർക്കെതിരായി ആരോപിച്ചത്. ഈ വിധി പാകിസ്ഥാനിൽ വലിയ മാധ്യമ ചർച്ചയ്ക്ക് വഴിവെച്ചു. അങ്ങനെ അലി സഹോദരന്മാർ അകത്തായി. ആദ്യം പറഞ്ഞ സൈറ പർവീണിന്റെ മൃതദേഹം ബന്ധുക്കൾ പിന്നീട് സംസ്കരിച്ചു. അങ്ങനെയിരിക്കെ 2014 പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. തൻ്റെ അയൽ വീട്ടിൽ നിന്നും രൂക്ഷമായ ഗന്ധം പരക്കുന്നു എന്നതായിരുന്നു അയാളുടെ പരാതി. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. വീടിനടുത്ത് നിന്ന് അവർക്ക് ഒരു നായയുടെ തലയൊട്ടി കിട്ടി. തുടർന്ന് വീടിന് അകത്ത് നടന്ന പരിശോധനയിൽ അടുക്കളയിൽ നിന്നുമാണ് ആ രൂക്ഷഗന്ധം വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവിടെ വീട്ടുകാർ ഭക്ഷണം പാകം ചെയ്യുന്നു. സ്റ്റവിൻ്റെ തൊട്ടരികിലേക്ക് നോക്കിയ പോലീസുകാരൻ ഞെട്ടിപ്പോയി. ഒരു തടിപ്പലകയിൽ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ തല. സ്ഥലകാലബോധം വീണ്ടെടുത്ത പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളിത് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്കത് പാകം ചെയ്ത് കഴിക്കാനാണ്. ഉത്തരം വന്നു. എന്താ തൻ്റെ പേര്? പോലീസുകാരൻ ചോദിച്ചു. മുഹമ്മദ് ആരിഫ് അലി. ആ പേര് കേട്ടതും ആ പോലീസ് സംഘം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഭീതിപ്പെടുത്തുന്ന നരഭോജിത തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. പോലീസ് അവരെ പിടികൂടി. ഇത്തവണ ശക്തമായ തെളിവോടാണ് കേസ് കോടതിയിൽ അവതരിപ്പിച്ചത്. അലി സഹോദരന്മാരുടെ മൃതദേഹത്തീറ്റ നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കും എന്ന നിഗമനത്തിൽ 12 വർഷത്തെ തടവ് വിധിച്ചു. എന്നാൽ 2025 ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് അവർക്ക് ശിക്ഷയിൽ 1 കൊല്ലം ഇളവ് ചെയ്തു കൊടുത്തു. ജയിൽ മോചിതരായി പാകിസ്ഥാനിൽ എവിടെയോ അലി സഹോദരന്മാർ ഇന്ന് ജീവിക്കുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ BBC അവരുമായി നടത്തിയ അഭിമുഖത്തിൻ്റെയും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലെ അപൂർവമായ ക്രൈം കഥകളും നിഗൂഢമായ കേസുകളും അത്ഭുതകരമായ സംഭവങ്ങളും ഈ ചാനലിൽ നിന്ന് ഇനി നിങ്ങൾക്ക് കേൾക്കാം. കാണുന്നതിനും കേൾക്കുന്നതിനും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.